സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ച പ്രതിയെ പിന്തുടർന്ന് വീട്ടിലെത്തിയ സിഐയോട് കയർത്ത് സിപിഐ നേതാവ്. സിപിഐ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠനാണ് പ്രതിയെ തിരിഞ്ഞ് വീട്ടിലെത്തിയ മണ്ണാർക്കാട് സിഐയെ തടഞ്ഞത്. കാഞ്ഞിരപ്പുഴയിൽ നടന്ന സംഘർഷത്തിലെ പ്രതിയുടെ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് സംഘമെത്തിയത്. എതിർപ്പിനെ തുടർന്ന് പ്രതിയെ പിടികൂടാതെ പോലീസ് മടങ്ങുകയായിരുന്നു. അരുൺ ചേരുന്നു. അരുൺ, എന്തായിരുന്നു സംഭവം? പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും പൊറ്റശ്ശേരി മണികണ്ഠനും മണ്ണാർക്കാട് സിഐയും തമ്മിലായിരുന്നു തർക്കം. ഇന്നലെ ഈ കാഞ്ഞിരപ്പുഴയിൽ നടന്ന സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ച ഒരു പ്രതിയെ തിരഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സിപിഐ നേതാവിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു. പ്രതിയുടെ ഈ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ പോലീസിന് സിപിഐ നേതാവിന്റെ വീടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഈ സിപിഐ നേതാവിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ പോലീസിനെ ഈ പ്രതിയെ ഉള്ളിൽ കയറി സെർച്ച് ചെയ്യുന്നതിനും മറ്റൊന്നും ഇയാൾ അനുവദിച്ചില്ല എന്നുള്ളതാണ്. സിപിഐ നേതാവ് വലിയ രീതിയിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വരികയും പോലീസിന് നേരെ വാക്കേറ്റവും ഒക്കെ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് മടങ്ങുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് പോലീസിന് അവരുടെ ജോലി ചെയ്യുന്നതിന് പോലും കൃത്യമായി അനുവദിക്കാത്ത സിപിഐ നേതാവിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉയരുന്നു. മാത്രമല്ല, നമുക്കറിയാം ഈ സർക്കാർ അവരുടെ കയ്യിലാണെന്നിരിക്കെയാണ് ഈ പ്രതിയെ ഒളിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് പോലീസ് ഏതെങ്കിലും ഒരു ധാരണയുടെ പുറത്ത് അവിടേക്ക് എത്തിയതല്ല. പോലീസിന് കൃത്യമായി മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഉൾപ്പെടെ ഈ പ്രതിയെ കാണിക്കുന്നത് ഈ സിപിഐ നേതാവിന്റെ വീടിന്റെ ഭാഗത്താണ്. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ യാതൊരു തരത്തിലും പോലീസുമായി സഹകരിക്കാതെ വലിയ രീതിയിൽ ഈ സിപിഐ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ, പിടികൂടാൻ കഴിയാതെ പോലീസ് മടങ്ങുകയായിരുന്നു. ശരി, അരുൺ ആലത്തൂറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.